ഒരുപാട് ആൾക്കാർ എനിക്ക് ഈ ഡോക്ടറിന് വീഡിയോ അയച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, ചേട്ടൻ പറഞ്ഞത് സാച്ചുറേറ്റഡ് ഫാറ്റ് എടുക്കാനല്ലേ, ഈ ഡോക്ടർ പറയുന്നത് സാച്ചുറേറ്റഡ് ഫാറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹൃദയത്തിന് പ്രശ്നം വരും, LDL കൂടുന്നതാണോ എന്ന്. ഡോക്ടർ പറഞ്ഞ കെമിസ്ട്രി ഒക്കെ ശരിയാണ്, പക്ഷേ കുറച്ച് കാര്യങ്ങളോട് എനിക്ക് എതിരഭിപ്രായമുണ്ട്. അതുപോലെ ഹൈ ടെമ്പറേച്ചർ കുക്കിങ്ങിന് ഇത് വളരെ ഉപകാരപ്രദമാണ്. അതുകൊണ്ടാണ് ഈ നമ്മുടെ വെളിച്ചെണ്ണ കിങ് ഓഫ് ഫ്രൈയിങ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാറ്റാണ് നമ്മുടെ ബാഡ് കൊളസ്ട്രോൾ. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. അതിൽ ചീത്ത കൊളസ്ട്രോൾ ആയ LDL കൂട്ടുന്നത് ഈ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ്. അതുപോലെ തന്നെ ഇത് തന്നെയാണ് നമ്മുടെ ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുന്നതും നമ്മുടെ രക്തക്കുഴൽ അടിഞ്ഞുകൂടുന്നതും ഈ സാച്ചുറേറ്റഡ് ഫാറ്റാണ്. അപ്പോൾ വിഭാഗം ഫാറ്റ് എന്ന് പറയുന്നത് നമ്മൾ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അഥവാ പൂഫ എന്ന് പറയും. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിന്റെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ നല്ല കൊളസ്ട്രോളായ HDL അളവ് കൂട്ടും, ബാഡ് കൊളസ്ട്രോളായ LDL അളവ് കുറയ്ക്കും. അതുപോലെ നമ്മുടെ ഹാർട്ട് ഹെൽത്ത്, ബ്രെയിൻ ഹെൽത്ത് ഇതിനെല്ലാം വളരെയധികം ഉപകാരപ്രദമാണ് ഈ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുള്ള എണ്ണകൾ. അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒട്ടും ഹീറ്റ് റെസിസ്റ്റന്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് ലോ ടെമ്പറേച്ചർ കുക്കിങ്ങിന് മാത്രമേ ഇത് പ്രയോജനപ്പെടൂ. പ്രധാനമായും 4 കൊല്ലം മുമ്പ് ഈ കെമിസ്ട്രി പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്. അന്നും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ചീത്ത കൊളസ്ട്രോൾ അല്ലെങ്കിൽ നല്ല കൊളസ്ട്രോൾ ഒന്നുമില്ല, അത് നമ്മുടെ ബോഡിയാണ് ഡിസൈഡ് ചെയ്യുക. നിങ്ങൾ കഴിക്കുന്ന ഫുഡ് നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, വളരെ തുച്ഛമായ എമൗണ്ട് മാത്രമാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നിങ്ങളുടെ ഹൃദ്രോഗത്തിനല്ല, നിങ്ങളുടെ ഹൃദയം സ്ട്രോങ് ആക്കാൻ, അത് മെച്ചപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനമാണ് സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്നത്. ഇതിപ്പോഴും ഈ ഡോക്ടർമാർ ഇപ്പോഴും ഇതിനെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അന്നും ഞാൻ പറയുന്നുണ്ട് LDL HDL നമ്മുടെ കയ്യിലല്ല കൺട്രോൾ ചെയ്യുന്നത്, അത് നമ്മുടെ ഹാർട്ടിന് ഏറ്റവും നല്ല സാധനമാണ്. ഇന്നും ഞാൻ പറയുന്നത് നമ്മുടെ ഹാർട്ട് സ്ട്രോങ് ആക്കുന്നത് സാച്ചുറേറ്റഡ് കൊളസ്ട്രോളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. എത്ര സ്റ്റഡീസ് വേണം നിങ്ങൾക്ക്. ഫ്രാൻസിൽ അധികം ജനങ്ങളും കഴിക്കുന്നത് സാച്ചുറേറ്റഡ് ഫാറ്റും ഡയറ്ററി കൊളസ്ട്രോളാണ്, അതായത് ബട്ടറും ചീസൊക്കെയാണ് കഴിക്കുന്നത്. അവിടെയുള്ള ജനങ്ങൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വളരെ കുറവാണ്. ഫ്രാൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാച്ചുറേറ്റഡ് ഫാറ്റ് എടുക്കുന്നത് സ്വിറ്റ്സർലാൻഡാണ്. അവിടെ ഹാർട്ട് ഡിസീസ് വളരെ കുറവാണ്. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കുറവുള്ളതിൽ വെച്ചിട്ട് യൂറോപ്പിലെ 6th പൊസിഷനാണ് ഇവർക്കുള്ളത്. ഇതുപോലെ തന്നെയാണ് ഹാർട്ട് ഡിസീസ് വളരെ കുറവുള്ള സ്ഥലമാണ് നെതർലാൻഡ് എന്ന് പറയുന്നത്. ഉക്രൈനിലാണ് 4th ഹയസ്റ്റ് ഹാർട്ട് ഡിസീസ് ഉള്ള സ്ഥലം എന്ന് പറയുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. ജോർജിയയിൽ വളരെ കുറവ് മാത്രമാണ് സാച്ചുറേറ്റഡ് ഫാറ്റ് എടുക്കുന്നത്, പക്ഷേ അവിടെ വളരെ കൂടുതലാണ് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ശരീരം ഏറ്റവും കൂടുതൽ ഹാർംഫുൾ ആക്കുന്നത് ഇൻഡസ്ട്രിയൽ കാർബോഹൈഡ്രേറ്റും ഇങ്ങനെ സീഡ്സ് ഓയിലും ഒക്കെയാണ്. നമ്മുടെ നാട്ടിൽ പ്രകൃതി നമുക്ക് കനിഞ്ഞു തന്ന വെളിച്ചെണ്ണ ഉണ്ട്, അത് നമ്മുടെ ശരീരത്തിന് എന്തുകൊണ്ടും നല്ലതാണ്. നമ്മുടെ ബോഡിയിൽ ബാഡ് എന്നുള്ള ഗുഡ് എന്നുള്ള ഒരു കൊളസ്ട്രോൾ ഇല്ല, അത് നിങ്ങൾ ഇപ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. നല്ല രീതിയിൽ അധ്വാനിക്കുന്ന ആൾക്കാരിൽ എപ്പോഴും ചെറിയ രീതിയിൽ LDL അളവ് കൂടിയിരിക്കും. എന്നു മുതലാണോ നിങ്ങൾ വെളിച്ചെണ്ണ ഗീയൊക്കെ ഒഴിവാക്കിയിട്ട് പുറത്തുനിന്നുള്ള ഓയിൽ യൂസ് ചെയ്ത് തുടങ്ങിയോ, അന്നു മുതലാണ് ഇന്ത്യയിൽ ഇത്രമാത്രം ക്യാൻസർ കൂടിയത്. നമുക്ക് ഏറ്റവും ബെസ്റ്റ് കുക്ക് ചെയ്യാൻ പറ്റിയ ഓയിൽ എന്ന് പറയുന്നത് വെളിച്ചെണ്ണ, ബട്ടർ, ഗീ. രണ്ടാമതെന്ന് പറയുന്നത് നമുക്ക് ഒലിവ് ഓയിലൊക്കെ യൂസ് ചെയ്യാം, അതായത് ഒമേഗ 9 അടങ്ങിയ ഓയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇതൊക്കെ എന്ന് പറയുന്നത് സ്റ്റേബിളാണ്, എത്ര ചൂടാക്കിയാലും കെമിക്കൽ റിയാക്ഷൻ നടക്കില്ല. ഈ ഒമേഗ 3, ഒമേഗ 6 എന്നൊക്കെ പറയുന്നത് നിങ്ങൾ സൂര്യപ്രകാശം തൊട്ടാൽ പോലും ഇത് കെമിക്കൽ റിയാക്ഷൻ നടക്കും. ഇത് നിങ്ങളുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ എടുക്കും. നിങ്ങൾക്ക് ക്യാൻസർ വരാൻ നിങ്ങൾ വേറെ എവിടെയും പോകണ്ട. ഇതിന് വില കുറവാണ്. ഇതിൽ നിങ്ങൾക്ക് ഒമേഗ 3 ഉണ്ട്, ഒമേഗ 6 ഉണ്ട്. നിങ്ങളുടെ ബ്രെയിൻ എന്നുള്ളതാണ്, ഹാർട്ടിന് നല്ല എന്ന് പറഞ്ഞ് കഴിക്കരുത്. നിങ്ങൾക്ക് APA DHA ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുക്കിംഗ് ഓയിൽ ഒന്നും നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. നമുക്കൊരു ദിവസം ഡെയിലി വേണ്ട ഡോസേജ് എന്ന് പറയുന്നത് 900 mg ആണ്. നിങ്ങൾക്ക് ആ കുക്കിംഗ് ഓയിൽ ആകെ പാട് മാക്സിമം കിട്ടുക 10 mg ആയിട്ടായിരിക്കും കിട്ടുക. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ശരീരം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഹാർംഫുൾ എന്ന് പറയുന്നത്. കാർബണിൽ ഒരു ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. സിംഗിൾ ബോണ്ടാണ് നമ്മൾ സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. 9ാമത്തെ ബോണ്ടിന് ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. അതിനാണ് 9ാമത്തെ കാർബണിനാണ് ഡബിൾ ബോണ്ട് വരുന്നത്. അതിനാണ് ഒമേഗ 9 ഫാറ്റ് ഓയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒമേഗ 6 എന്ന് പറയുന്നത് ഈ ഫസ്റ്റത്തെ ഡബിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 6ാമത്തെ കാർബണിനാണ്. അപ്പോൾ ഒന്നതിലധികമോ ബോണ്ട് ഉണ്ടാവും. ഈ ബോണ്ടുകൾ കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് എന്തുണ്ടാവും, ഈ ചൂടാക്കുന്ന സമയത്ത്, ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന് രാസമാറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ടാണ്. അത് എത്ര ചൂടാക്കിയാലും നിങ്ങൾക്കതിന് രാസമാറ്റം സംഭവിക്കുന്നില്ല. നമ്മുടെ കോക്കനട്ട് ഓയിൽ, ബട്ടർ, ഗീ എത്ര ചൂടാക്കിയാലും നമുക്കത് ഹാർംഫുൾ അല്ല. ഇത് ബോണ്ട് കൂടുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, അത് കറക്കാനും കരിയാനും നമ്മുടെ ഹാർട്ടിന് കൂടുതലായിട്ട് ഡിസീസ് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇനി ഒമേഗ 3 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡബിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 3ാമത്തെ കാർബണിൽ നിന്നാണ്. ഓക്കെ, ഇത് 2 2-ലധികമോ ഡബിൾ ബോണ്ട് ഉണ്ടാവും. ഈ ഡബിൾ ബോണ്ട് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, നമുക്ക് ഇതിന് രാസമാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കും. എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കുക്കിംഗ് ഓയിൽ വാങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഹാർട്ടും ബ്രെയിനും നിങ്ങൾ നന്നാക്കാൻ പോകണ്ട. അത് നന്നാക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കുഴിയിലാവും. നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ എണ്ണകളാണ് സ്റ്റേബിൾ, ഏതൊക്കെ എണ്ണകളാണ് അൺസ്റ്റേബിൾ, ഏതൊക്കെ എണ്ണയിലാണ് ഹൈലി അൺസ്റ്റേബിൾ എന്ന് മാത്രം നോക്കിയാൽ മതി. അതിനെ ചാർട്ട് വേണമെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ അത് ഞാൻ അയച്ചുതരാം.